സ്കിന്നിന് ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഡ്രൈ സ്കിന്നായിരുന്നു. ഇവിടെ യൂസ് ആക്കാൻ പറ്റാത്തൊരു സെറത്തിനെ കുറിച്ചിട്ടാണ്. സെയിം ഫീലാണ് നമുക്ക് യൂസ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണാം. ഐ ലവ് ദ സെറം ഗൈസ്, ബിക്കോസ് ഈ ഒരു ഹൈലൂറോണിക് ആസിഡ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് സെറം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് കോമ്പിനേഷൻ സ്കിൻ. അപ്പോൾ ഞാനിന്ന് കുറച്ച് കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള, അതായത് ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെറംസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഡ്രൈ കോമ്പിനേഷൻ സ്കിൻ അത് എങ്ങനെയാണ് സംഭവം എന്ന്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ ഡ്രൈ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ടീ സോണിൽ ഓയിലി ആയിരിക്കും, ഇവിടെ ഡ്രൈ ആയിരിക്കും. അതൊരു കണ്ടീഷൻ. പിന്നെ അല്ലാത്തൊരു കണ്ടീഷൻ, ഈ ടീ സോണിൽ ഓയിലായിട്ട് ഇവിടെ നോർമൽ സ്കിൻ കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് രണ്ട് കാറ്റഗറി വരുന്നത്. വീഡിയോ ഫുൾ കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ സെറംസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണാം, എന്നാൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സെറംസ് ആണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സെറംസ് ആണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള സെറംസ് നിങ്ങൾ യൂസ് ആക്കാം. ഇപ്പം എനിക്ക് ആദ്യം ഡ്രൈ സ്കിൻ ആയിരുന്നു, അത് പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് കുറച്ചും കൂടി ഓയിൽ സെഡിമെൻ്റ് ആവാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ കോമ്പിനേഷൻ സ്കിന്നിലോട്ട് വന്നത്. അത് സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക വെച്ചാൽ മേ ബി നമ്മളെ ക്ലൈമറ്റ്, മേ ബി നമ്മളെ പ്രൊഡക്ട്സ്, ഒന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ ട്രാൻസ്ഫർ ആവാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. അപ്പോൾ മാർക്കറ്റിൽ കുറേ ടൈപ്പ് ഓഫ് സെറംസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള സെറം വീഡിയോസ് നോക്കിയിട്ടും ഡെർമറ്റോളജി റെക്കമെൻഡേഷൻ എല്ലാം അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ആക്കാം. എന്തായാലും നമ്മൾ കുറച്ച് മാച്ച് ആയിട്ടുള്ള സെറംസ് മാത്രം യൂസ് ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നത് എതിരായിട്ട് എഫക്റ്റ് ചെയ്യാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം നിങ്ങളുടെ സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് മാത്രം നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. കാരണം നമ്മളെ മോയ്സ്ചറൈസർ പോലെയല്ല, സെറംസ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റും ഒന്നും കൂടി ഡീപ്പിക്കാണ് പോവുക. സോ നിങ്ങൾ അതെല്ലാവരും ഒന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിക്കാൻ പോണത് ഈ ഒരു ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ വൈറ്റമിൻ സി എന്ന് പറഞ്ഞ സെറാണ്. ഇത് നമുക്ക് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറാണ്. സ്കിന്നൊന്ന് ബ്രൈറ്റ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറാണിത്. ഇതിൻ്റെ ബോട്ടിൽ തന്നെ ഭയങ്കര രസമാണ് ഗൈസ്. പിന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര സുഖമാണ്. ജസ്റ്റ് നമ്മൾ ഈ ഒരു സംഭവം ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കാലി ബോട്ടിലാണ് ഗൈസ്, സോ അതാണ് ഇത് വരാത്തത്. പമ്പിങ് മെക്കാനിസം ഉള്ള ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ സെറംസ് മാതിരിയല്ല വരിക, ഒരു ക്രീം ബേസ്ഡ്, അതായത് നമ്മളൊരു ലൈറ്റ് മോയ്സ്ചറൈസർ. അപ്പോൾ നിങ്ങൾ പ്ലമ്മിൻ്റെ ഒക്കെ വൈറ്റമിൻ സി നിങ്ങൾ യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് സെയിം ടെക്സ്ചറാണ് ഇതിനും വരുന്നത്. ഐ തിങ്ക് അതേ വേരിയേഷൻ ആണെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു പിഗ്മെൻറ്റേഷൻ ഒക്കെ കുറക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സെറാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ആക്കാൻ പറ്റും. ഓൾസോ യു ക്യാൻ യൂസ് യുവർ കോമ്പിനേഷൻ സ്കിൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു നല്ലൊരു സെറാണ്. നെക്സ്റ്റ് കാണിക്കാൻ പോണ സെറം മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ ഒരു വൈറ്റമിൻ സി സെറം. ഞാൻ ഇവരെ രണ്ട് സെറംസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഒന്ന് ഈ ഹൈലൂറോണിക് ആസിഡും പിന്നെ ഒരു വൈറ്റമിൻ സിയും. ഇതുപോലെ തന്നെ നല്ല നമ്മളെ സ്കിന്നൊന്ന് പ്ലംബ് ആക്കാൻ വേണ്ടിയിട്ട് എഫക്റ്റ് ആക്കണ ഒരു സെറമാണ്. ഇതിനേക്കാൾ ഒന്നും കൂടി എഫക്റ്റ് ഇതാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓരോരുത്തരെ എല്ലാതും ബേസ്ഡാണ്, എല്ലാ സംഭവങ്ങളും നമ്മൾ അബ്സോർബ് ആവലും അത് എഫക്റ്റ് ആവലൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ പേഴ്സണലി എൻ്റെ റെക്കമെൻഡേഷൻ എനിക്കൊന്നും കൂടി ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ഈ വൈറ്റമിൻ സി സെറാണൊന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പം ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ആക്കാൻ പറ്റും. പിന്നെ ഇത് എല്ലാതും ഈ ബോട്ടിൽ ഇതായാലും 30 ml പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് ഈ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സെറാണ് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു വൈറ്റമിൻ സി സെറം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറം പറയാം. നെക്സ്റ്റ് സെറം ഐ ലവ് ദ സെറം ഗൈസ്, ബിക്കോസ് ഈ ഒരു ഹൈലൂറോണിക് ആസിഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെറാണ്. ഞാൻ പറഞ്ഞു എൻ്റെ സ്കിന്നിന് ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഡ്രൈ സ്കിന്നായിരുന്നു, ഇവിടെ ഒന്നും അത്ര ഓയിലി പ്രൊഡ്യൂസ് ആയില്ലായിരുന്നു കുറച്ച് മുന്നേ. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ആക്കുന്ന ഒരു സെറാണ് ഈ ഒരു സെറം. ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹൈലൂറോണിക് ആസിഡും ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ഹൈലൂറോണിക് ആസിഡും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒന്നും കൂടി അടിപൊളിയായി തോന്നിയത് മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു സെറാണ്. നല്ല അടിപൊളി എഫക്റ്റ് ആയിരുന്നു. നമ്മളെ സ്കിന്ന് ഒരു പ്ലംബ് ആവാനും നല്ല ക്ലിയർ ആവാനും നല്ല ഹൈഡ്രേറ്റിംഗ് ആയി തോന്നാനും വേണ്ടിയിട്ട് ഈ ഒരു സെറം നമ്മളെ ഹെൽപ്പ് ചെയ്യും മസ്റ്റായിട്ട്. അത് ഓയിലി സ്കിന്നുള്ളവർക്ക് ഹൈഡ്രേഷൻ ഹൈലൂറോണിക് ആസിഡ് വേണമെന്നില്ല, പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർ സ്കിന്നിനൊന്ന് കാമാക്കാനും ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഹൈലൂറോണിക് ആസിഡ് സെറം നിങ്ങൾ യൂസ് ആക്കി നോക്കാം. ഇതിൽ എത്രയെന്ന് വരുന്നത് വെച്ചാൽ 0.2% ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഓൾ സ്കിൻ ടൈപ്പ് പറഞ്ഞ പോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പ് ആണ്, പക്ഷേ നമ്മൾ ഡ്രൈ സ്കിന്നിന് ഒന്നുകൂടി ഇത് യൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇത് 30 ml ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ തേർഡ് സെറം. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ക്യൂട്ട്
ലിറ്റിൽ പാക്കേജാണ് ഗൈസ്. അതായത് എനിക്കിത് ഫ്രീ ബൈ ആയിട്ട് കിട്ടിയ സംഭവമാണ്. ഇതിൽ എത്ര ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ 7.5 ആണുള്ളത്. അപ്പോൾ ഇത് നമ്മളെ ലോറിയൽ പാരീസിൻ്റെ വൈറ്റലിഫ്റ്റ് എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു. ഐ തിങ്ക് ഹൈലറോണിക് ആസിഡ് സെറമാണ്. നമ്പർ 1 ആയിട്ടുള്ള ഹൈലറോണിക് ആസിഡ് സെറാണ്. പക്ഷേ ഇത് കുറച്ച് പ്രൈസി ആയതുകൊണ്ടാണ് എല്ലാവരും ഇത് ചൂസ് ചെയ്യാത്തത്. സോ ഇതും നല്ല അടിപൊളി, അതായത് ഭയങ്കര റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. ഞാനും ഇത് ഫ്രീ ബൈ ഞാൻ മേടിച്ചിട്ടില്ല ഇതുവരെ, പക്ഷേ എനിക്കിത് ഫ്രീ ബൈ ആയിട്ട് കിട്ടി. അപ്പോൾ ഞാനിത് യൂസാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സെറം തന്നെയാണ് ഗൈസ്. റിസൾട്ട് വന്നോ ചോദിച്ചാൽ നമ്മൾ ഇത്രയും ഒരു ബോട്ടിൽ യൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വന്നോ ഇല്ലേ നമുക്കറിയാൻ പറ്റില്ല. സോ ഇത് ഐ ഫീൽ വെരി ഗുഡ് ഇത് യൂസ് ചെയ്തപ്പം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ മാത്രമല്ല, അതായത് കുറേ ആൾക്കാർ ഒരുപോലെ നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ഒരു ലോറിയൽ പാരീസിൻ്റെ ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഈ ഒരു സെറം. ഓക്കെ, അപ്പം ഇത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. പിന്നെ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു ഹൈലറോണിക് ആസിഡും ഇതും സെയിം ഫീലാണ് നമുക്ക് യൂസ് ചെയ്താൽ കിട്ടുന്നത്. അതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇത് രണ്ടും, അതായത് ടെക്സ്ചർ ആയാലും ഇതിൻ്റെ യൂസ് ചെയ്ത സ്മെല്ലും കൂടി ഒരേ സ്മെല്ലാണ്. പിന്നെ ഇത് ഫീലും സെയിം ഫീലാണ് നമുക്ക് ഇത് രണ്ടും യൂസ് ചെയ്താൽ കിട്ടുന്ന ഒരു ഫീല്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് ഈ നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ആക്കാൻ പറ്റാത്തൊരു സെറത്തിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും യൂസ് ആക്കണം എന്ന് ഞാൻ പറയുന്ന ഒരു സെറാണ്. ഒരു പക്ഷേ എല്ലാവർക്കും അറിയുണ്ടാവും, AHA/BHA എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സെറം. അതായത് എങ്ങനെ യൂസ് ആക്കാന്ന് വെച്ചാൽ നമ്മൾ വീക്ക്ലി 2 to 4 ഡേയ്സിൽ നമുക്കിത് യൂസ് ആക്കാം. ഇത് നമ്മുടെ സ്കിന്നിലത്തെ ഡേർട്ടൊക്കെ വലിച്ചെടുക്കാനും നമ്മുടെ സ്കിന്നിൽ നിന്ന് ഗ്ലോ ആക്കാനും ഡെഡ് സ്കിന്നിൽ നിന്ന് റിമൂവ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറാണ്. ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് ഇങ്ങനത്തെ ടെക്സ്ചറാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റെഡിഷ് കളറൊക്കെ ആണ്. ഇത് പേഴ്സണലി ഞാൻ യൂസ് ആക്കുന്ന ഒരു സെറാണ്. എനിക്ക് ഇത് ബെറ്റർ ആയിട്ട് തോന്നി. ഇതിൽ കുറേ കണ്ടൻസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രയൽ ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ യൂസ് ആക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അത് അതർ സ്കിൻ ടൈപ്പ് പോലെയല്ല, ഒന്നുകൂടി സെൻസിറ്റീവ് ആണ്. എല്ലാ പ്രൊഡക്ട്സും പറ്റണമെന്നില്ല. പിന്നെ മെയിൻലി സെൻസിറ്റീവ് സ്കിന്നുകാർ ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പ്രൊഡക്ട്സ് യൂസ് ആക്കാതിരിക്കലാവും ബെറ്റർ. അതായത് നമ്മളൊരു പോസിബിലിറ്റിക്ക് നിൽക്കണ്ടല്ലോ, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് സ്കിന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു AHA/BHA സെറം പല ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. ഓർഡിനറി, മിനിമലിസ്റ്റ്, ഡെർമക്കോ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ബ്രാൻഡിൽ ഈ ഒരു സംഭവം അവൈലബിൾ ആണ്. പിന്നെ ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എക്സ്ഫോലിയേഷൻ AHA/BHA പീലിംഗ് സൊല്യൂഷൻ എല്ലാവർക്കും അറിയണ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം അത് ഐ തിങ്ക് അത് നല്ല എഫക്റ്റ് തരുന്നതുകൊണ്ടാവുമായിരിക്കും, ഇനി എന്താണെന്നറിയില്ല. പക്ഷെ അത് യൂസ് ആക്കിയവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റിൽ പറയാം. പേഴ്സണലി ഐ എം നോട്ട് യൂസിങ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയണത്. നിങ്ങൾ യൂസ് ആക്കിയവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് വേണം അല്ലെങ്കിൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ എല്ലാതും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളതിന് വീഡിയോ ചെയ്യണമായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞ് ഇൻഫർമേഷനാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.